റോയിച്ചായ കഴിഞ്ഞ പിണറായി ഭരണകാലത്ത് പ്രതിപക്ഷ സംഘടനകൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ യുവ സംഘടനകൾക്ക് നേരെ പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനം പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഈ ആലപ്പുഴയിലെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് അതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഇപ്പോഴത്തെ ആലപ്പുഴ നിയുക്ത MLA എ ഡി തോമസ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ പോലീസ് കാണിച്ച അട്രോസിറ്റീസിന് ഇത്തവണ ഈ സർക്കാർ ഒരു തിരിച്ചടി നൽകുമോ? അത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, അങ്ങനെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പ്രത്യേകിച്ച് യുവജനങ്ങളെ അഭിസംബോധന ചെയ്ത മീറ്റിങ്ങുകളിലെല്ലാം തന്നെ അവരാവർത്തിച്ച ഒരു കാര്യമുണ്ട്: ഞങ്ങളുടെ ചെറുപ്പക്കാരെ അനാവശ്യമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ഞങ്ങൾ ശക്തമായ നടപടി, ഞങ്ങളുടെ VD സതീശൻ പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക് ഞങ്ങൾ പകരം ചോദിക്കുമെന്നാണ് പറഞ്ഞത്. ആരെയും വെറുതെ വിടത്തില്ല എന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഈ അവരധികാരത്തിൽ വന്നാൽ ഇത്തരം പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അവർ പറഞ്ഞതാണ്. കാരണം കോൺഗ്രസിന്റെ യുവ നേതാക്കൾക്കെതിരെ അതിക്രൂരമായ രീതിയിലാണ് സ്റ്റേഷനിലും പുറത്തുമൊക്കെ തന്നെ മർദ്ദനം ഉണ്ടായത്. ഇപ്പം ഈ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര എന്ന് പറയുന്ന ആ പരിപാടിക്കിടയിലാണ് ചെറുപ്പക്കാർക്ക് നേരെ അതിഭീകരമായ രീതിയിൽ ആലപ്പുഴയിലും അതേപോലെ ആദ്യം തുടങ്ങിയത് കണ്ണൂരായിരുന്നു. അവിടെ ഈ DYFI പ്രവർത്തകരാണ് ചെടിച്ചട്ടി വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയ്ക്ക് അടിക്കുകയൊക്കെ ചെയ്ത് അതിങ്ങോട്ട് മുന്നോട്ട് വന്നത്. അത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഒരു കരിങ്കൊടി പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആലപ്പുഴയിലെ AD തോമസും ജുവൽ തോമസും എന്നൊക്കെ പറയുന്ന കുട്ടികൾ, ഇത് KSU നേതാക്കളാണ്, അവിടെ ഇതിന് വണ്ടിക്ക് കരിങ്കൊടി കാണിച്ചത്. അപ്പൊ കരിങ്കൊടി കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അത് പ്രതിഷേധത്തിന്റെ ഒരു ആയുധമായിട്ടാണ് അതിനെ പലപ്പോഴും കണക്കാക്കുക. കോടതി പോലും അത് അംഗീകരിച്ചാണ്. അത് നിയമപരമായി ഇന്നുവരെ പോലും അത് നിരോധിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ളതല്ല കരിങ്കൊടി പ്രകടനം എന്ന് പറയുന്നത്. ഇത് CPM പോലുള്ള പാർട്ടി എല്ലാ കാലത്തും ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നിയമസഭയ്ക്കകത്ത് വരെ പലപ്പോഴും ഉമ്മൻചാണ്ടി കല്ലെറിഞ്ഞ അപ്പൊ അത് പ്രതിഷേധത്തിന്റെ വേറൊരു എക്സ്ട്രീം ലെവലാണ്. ഇത് വളരെ സമാധാനപരമായി നടക്കുന്നതാണ് കരിങ്കൊടി വീശുക എന്ന് പറയുന്നത്. അപ്പൊ അത് പോലീസിന് തടയാം. പക്ഷെ പോലീസ് അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടികളെ ലോക്കൽ പോലീസ് തടഞ്ഞതാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഈ വാനരപ്പടയിൽപ്പെട്ട പോലീസുകാരാണ് ഇറങ്ങി വന്ന് ആ കുട്ടികളെ, അവർക്ക് ഒരു കാരണവശാലും ലാത്തി ഉപയോഗിച്ച് അവരെ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ലോക്കൽ പോലീസ് നിൽക്കുമ്പോഴാണ് ഈ രണ്ടുപേരെയും അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും തലയടിച്ചു പൊട്ടിക്കുകയും ആ കുട്ടികൾ ദിവസങ്ങളോളം ആശുപത്രി കിടന്ന. അപ്പോൾ എന്നിട്ട് ഈ കേസ് പോലീസ് അന്വേഷിക്കുക, അവർ കൊടുത്ത പരാതിയിൽ പോലീസ് അന്വേഷിക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ് അവർ കോടതിയിലേക്ക് പോയത്. പോലീസ് ഇതിനെക്കുറിച്ച് പോലീസിനെ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോലീസ് ഒന്നും അന്വേഷിച്ചിട്ടില്ല. അവർ തന്നെയാണ് തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വീണ്ടും പോലീസിനോട് അന്വേഷിക്കാം, എന്നിട്ടും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനമാണ്. അത് തന്നെ, അതാണ് മുഖ്യമന്ത്രിയാണ് ഏറ്റവും ഹീനമായ ഭാഷയിൽ അതിനോട് പറഞ്ഞത്. പോലീസുകാർ കുട്ടികളെ അടിച്ചത് രക്ഷാപ്രവർത്തനം. അതെങ്ങനെ രക്ഷാപ്രവർത്തനമാകുന്നത്? ഒരു കരിങ്കൊടി മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എത്രയോ തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ പങ്കെടുത്ത ഒരാളാണ്. അപ്പൊ മുഖ്യമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിന് എതിരായിട്ട് ഒരു കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ അതിന് പോലീസുകാർ, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയിൽപ്പെട്ടവരിറങ്ങി കുട്ടികളെ തല്ലി ഓടിക്കുക. അത് ഈ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ കണ്ട അതിക്രൂരമായ രീതിയിലാണ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസാക്ഷിയുള്ള ആർക്കും അത് സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല. ലാത്തി ചാർജൊക്കെ ഈ വിദ്യാർത്ഥി സമരത്തിന് നേരെയൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മളൊക്കെ ഇത് വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ തരത്തിലല്ലല്ലോ പോലീസ് അടിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ തലയ്ക്കാണ് അടിക്കുന്നത്. 26-27 വയസ്സ് ഉള്ള പിള്ളേരെയാണ് എടുത്തിട്ട് അടിച്ചത്. അപ്പം എന്നിട്ട് ഇതിനൊരു ന്യായീകരണമാണ് ഈ മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് തോമസ്, അയാളിപ്പോൾ ആ നാട്ടിലെ ഒരു MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ന്യായമായ രീതിയിൽ അത് പുനരന്വേഷണം നടത്തണമെന്നാണ് തോമസ് ആവശ്യപ്പെടുന്നത്. പുതിയ സർക്കാർ ഈ പോലീസ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഇതേപോലുള്ള ലോകം മർദ്ദനങ്ങളും അനാവശ്യമായ മർദ്ദനങ്ങളെ കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കാൻ. കാരണം അതിനകത്ത് മാതൃകാപരമായി ഈ പോലീസുകാരെ ശിക്ഷിക്കണം. കാരണം ആ രണ്ടുപേരുടെ, അനിൽകുമാർ എന്ന് പറയുന്നത്, സന്ദീപ് എന്ന് പറയുന്ന രണ്ട് പോലീസുകാരുടെയും അവരുടെ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ലായിരുന്നു ഇത്. അതായത് കാരണം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നു, അത് റോഡരികിൽ നിന്ന് കരിങ്കൊടി കാണിക്കുന്നത് അതൊരിക്കലും മുഖ്യമന്ത്രി ആക്രമണമായിട്ടല്ല. കാരണം ഇവിടെ CPM വന്നതിന് ശേഷമാണ് കരിങ്കൊടി പ്രകടനം അത് ആയുധം ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമായിട്ട് കണ്ടത്. നമ്മളിവിടെ കണ്ടതാണ്. ആരോഗ്യമന്ത്രിക്കെതിരെ KSUക്കാർ കാണിച്ചപ്പോൾ അത് ആയുധം ഉപയോഗിച്ചിട്ടുള്ള
ആക്രമണമായിട്ട് ചിത്രീകരിക്കുകയും അത് കോടതി എടുത്ത് പിന്നെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ കോടതി അതിനെതിരെ രൂക്ഷമായ വിമർശനമൊക്കെ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ മാതൃഭൂമിയിൽ വന്നു വീണയുടെ അടുത്ത ബന്ധുവിനെ കൂട്ടിയതെന്ന് പറഞ്ഞു. വീണ ഒരിക്കലും ആ തരത്തിൽ പറഞ്ഞിട്ടില്ല, ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചിട്ടില്ല എന്ന് തന്നെ അവർ തന്നെ പറയുന്നു. അത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിൽ എഴുതി ചേർത്തു എന്നൊക്കെ പറയും. അപ്പം ഇങ്ങനെ ഇത്തരം കഥകൾ ഉണ്ടാക്കുന്നതിന്റെ പിന്നിലും നിയമം വളച്ചൊടിക്കുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് ഇത്തരത്തിൽ എതിരാളികൾക്കെതിരെ വേണ്ടാധീനങ്ങൾ ചെയ്യുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് റോൾ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുക. അതായത് മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന മന്ത്രിയുടെ ബന്ധുവാണ് അത്തരത്തിലൊരു വിവാദ വെളിപ്പെടുത്തൽ നൽകിയത്. ഇതിനിടയിൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയെന്നുള്ളതേ ഉള്ളൂ. ഈ കോൺഗ്രസുകാരുടെ തർക്കത്തിനിടയിൽ അത് ശ്രദ്ധിക്കപ്പെടും. കാരണം അതൊരു അതിഭീകരമായ ഒരു വെളിപ്പെടുത്തലായിരുന്നു. അപ്പൊ ഈ തോമസ് പറഞ്ഞ പോലുള്ള 100 കാര്യങ്ങളുണ്ട്. കാരണം കേരളത്തിൽ പോലീസ് മർദ്ദനത്തിന് ഇരയായ ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇപ്പോഴും കാവൽ മന്ത്രിയാണെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രസംഗം അന്ന് വീണ്ടും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന നിയമസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പം പോലീസ് പീഡനത്തിന്റെ ഒരു ഇരയായ ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പോലീസുകാർ, അദ്ദേഹത്തിന്റെ സുരക്ഷാ ഭടന്മാർ ഇറങ്ങി പാവപ്പെട്ട ഈ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കുന്നത്. അതൊരു കണ്ണിൽ ചോരയില്ലാത്ത തരത്തിലാണ് പോലീസിന്റെ മർദ്ദനം. സമയത്ത് ഒരു സീരിയസ് ആയിട്ട് വന്നു. തൃശ്ശൂർ സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വന്നു. അതുപോലെ നിരവധി സംഭവങ്ങൾ വന്നു. അപ്പൊ ഇതെല്ലാം ഒരു പുനരന്വേഷണം വരുമ്പോൾ പോലീസിനകത്തൊരു വലിയ മാറ്റം ഉണ്ടാവും. അല്ല, തീർച്ചയായിട്ടും അത് അന്വേഷിക്കണമല്ലോ. പോലീസുകാർക്ക് നിങ്ങൾക്ക് ഇത്തരത്തിൽ മനുഷ്യനെ അടിച്ചൊതുക്കുക, ഇത് ബ്രിട്ടീഷ് ഭരണമല്ല, ഇത് ജനാധിപത്യ ഭരണം നടക്കുമ്പോഴും പോലീസ് പഴയ തരത്തിലുള്ള തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യനെ അടിച്ചൊതുക്കുക എന്ന് പറയുന്നത്, അല്ലെ തല്ലിക്കൊല്ലുക. ഓരോ വർഷം നമ്മൾ നോക്കിയാൽ മതി പോലീസ് പീഡനത്തിന് ഇരയായ എത്ര ആൾക്കാരാണ് അതുപോലുള്ള ശാരീരികമായ ബുദ്ധിമുട്ട്. ഞാനതാ പറഞ്ഞത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥയ്ക്ക് ഒരു കാരണം നമ്മൾ അതിനെ നിസ്സാരമായി തള്ളിക്കളണ്ട. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അന്നേറ്റ മർദ്ദനം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വർഷാവർഷം തിരുമ്മലും മറ്റുമൊക്കെ നടത്തുന്നത്. ആ മനുഷ്യൻ അനുഭവിച്ച പീഡനമാണ് അത്. നമ്മുടെ മുമ്പേ നമ്മളെ കൂടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. അദ്ദേഹം ഭരിക്കുന്ന സമയത്താണ് പോലീസ് ഇങ്ങനെ അഴിഞ്ഞാടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കേരള നിയമസഭയെ ഇന്നും അത് ആ പ്രസംഗത്തിന്റെ ടെക്സ്റ്റ് എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കും ഭീതി തോന്നുന്ന തരത്തിലാണ്. അദ്ദേഹത്തിന് അടി കൊണ്ട് മറിഞ്ഞു വീണ് ലോക്കപ്പിനകത്ത് വീഴുന്നതിന് വരെ പോലീസ് അടിച്ചു എന്നാണ് പറയുന്നത്. അത്ര ക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റ ഒരു മനുഷ്യനാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം ഭരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പോലീസുകാർ ഇറങ്ങി ഏതാണ്ട് മുഖ്യമന്ത്രിക്ക് അടി കൊണ്ട് അതേ പ്രായത്തിലുള്ള പിള്ളേരെയാണ് ഇവിടെ എടുത്തിട്ട് അടിക്കുന്നത്, ഇല്ലേ? അപ്പൊ അത് ശരിയാണോ ഇല്ലയോ എന്ന് അദ്ദേഹം അതിനെ ഏറ്റവും പരിഹാസമായ രീതിയിലാണ് പറഞ്ഞത് രക്ഷാപ്രവർത്തനമാണ്. അതെങ്ങനെ രക്ഷാപ്രവർത്തനമാകുന്നത്? അല്ല, പോലീസ് നയം മാറ്റിയിട്ടുണ്ട്. ഇലക്ഷൻ റിസൾട്ട് വന്നു, ഭരണം പോലീസ് അങ്ങനെ തന്നെയാണ്. പാലക്കാട് ജില്ലാ പോലീസ് അങ്ങനെ തന്നെയാണ്. പോലീസ് എല്ലാ കാലത്തും ആരാണ്? യജമാനൻ ഭക്തി കൂടുതലുള്ളവരാണ്, അല്ലെ? രാജാവിനെക്കാട്ടി വലിയ രാജഭക്തിയാണ്. അതുകൊണ്ടാണ് പോലീസ് റിസൾട്ട് വന്നതിന് അന്ന് കയറി CPM പാലക്കാട് ഓഫീസിൽ കയറി അടി കൊടുത്ത്. അവരത്രേ ഉള്ളൂ. അവർക്ക് ആരാണോ ഭരിക്കുന്നത് അവർക്ക് വേണ്ടി എന്ത് വൃത്തികേട് ചെയ്യാൻ അവർ തയ്യാറാവും. പോലീസുകാരുടെ ഞാൻ പറഞ്ഞ പോലീസുകാരെ നമുക്ക് ആക്ഷേപിക്കാം. പോലീസ് ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ സുരക്ഷിതമായിട്ട് ഈ വീട്ടിൽ കിടന്നുറങ്ങുന്നത്. പക്ഷേ അതിനർത്ഥം നിങ്ങൾ നിസ്സഹായരായ മനുഷ്യനെ തല്ലി ഒതുക്കുക എന്നുള്ളതല്ലല്ലോ. ഞാൻ പറഞ്ഞ വിദ്യാർത്ഥി സമരവും ിലൊക്കെ വന്നവരാണ് ഇന്ന് ഈ കാലഘട്ടത്തിലെ നേതാക്കന്മാരെല്ലാം. കേരളത്തിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ, ഇപ്പോൾ ഭരണത്തിലേക്ക് കയറാൻ പോകുന്നവരുൾപ്പെടെ, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അടിപിടി കൂട്ടുന്നവരെല്ലാം തന്നെ വിദ്യാർത്ഥി സമരങ്ങളിലൂടെയും അത് യുവജന സംഘടനയിലൂടെയും വളർന്നു വന്നവരാണ്. അവർ പോലീസിന്റെ അടി വാങ്ങിക്കുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. അത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതിനർത്ഥം നിങ്ങൾ ഒരു പ്രതിഷേധ സമരം നടത്തുന്നവരെയോ നിങ്ങൾ അതിൻ്റെ പേരിൽ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്നവരെ നിങ്ങൾ ക്രൂരമായി മർദ്ദിക്കുക എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അവകാശമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. പോലീസിന് അങ്ങനെ തല്ലിക്കൊല്ലാനുള്ള അവകാശമൊന്നുമില്ല. അപ്പം ഇപ്പോൾ ഈ ന്യായമായ രീതിയിൽ ഈ തോമസിന്റെ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ഇതിന്റെ വസ്തുത പുറത്തു വരും. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളവരെ സർവീസിൽ നിങ്ങൾ ഇരുത്തരുത്, അവരെ നിങ്ങൾ പറഞ്ഞു വിടണം. അതിനകത്ത് എന്താ തെറ്റ്? ഇപ്പം നമ്മൾ കണ്ട ഇന്നലെ തന്നെയാണ് കൊച്ചിയിലൊരു പോലീസുകാരൻ അവിടെ പരാതി കൊടുക്കാൻ വരുന്നവരെയും ഒക്കെ തന്നെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുക, അവരെ കേസിൽ കൊടുക്കുമെന്ന് പറയുക. പോലീസ് എന്ന് പറഞ്ഞാൽ കാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശമല്ലല്ലോ. അത് താഴെ കോൺസ്റ്റബിൾ മുതൽ DGP വരെ അത്തരത്തിലാണ് ജനങ്ങളോട് പലപ്പോഴും പെരുമാറുന്നുണ്ട്. പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്, ഇല്ലേ? ഈ നാടിനെ രക്ഷിക്കുക, സംരക്ഷിക്കുക എന്നൊക്കെ ഉള്ളൊരു ദൗത്യമാണ്. ആ ദൗത്യം നിങ്ങൾ വഴിമാറി പോകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് നേരെ കരിക്കൊടി കാണിച്ചാൽ ഉടനെ അവരെ തല്ലിക്കൊല്ലാനൊന്നും ഈ പോലീസുകാർക്കൊന്നും അവകാശമില്ല. പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അത് നടപ്പിലാക്കി കൊടുക്കാനുള്ള ബാധ്യതയും പോലീസിനുണ്ട്.